മമ്മൂക്ക, ലാലേട്ടൻ ഇവരെങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത്? ദി ബെറ്റർ യു ആർ, ദ മോർ സക്സസ്ഫുൾ യു ആർ. താരം എന്നുള്ള ഒരുപാട് ബാധ്യതകളും കൂടി അവരെ നയിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. ഒരു കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കടന്ന് പയറ്റാനുള്ള ഒരു യഥാർത്ഥ അഭ്യാസിക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. സ്വന്തം പേഴ്സണാലിറ്റിയെ കഥാപാത്രത്തിൽ ആവാഹിക്കുന്നവർ, അല്ലെങ്കിൽ ആ മറ്റൊരു തന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വത്വത്തിലേക്ക് കൂടുമാറുന്നത്, രണ്ടുപേരും പ്രസക്തമായിട്ടുള്ള അഭിനയ രീതികൾ തന്നെയാണ്. അത് രണ്ടിൻ്റെയും ഒരു ബ്ലെൻഡാണ് ഈ മമ്മൂക്കയായാലും ശ്രീ മോഹൻലാലായാലും പരീക്ഷിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെയും പേഴ്സണാലിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം മാത്രമേ അതിലുള്ളൂ. അല്ലാതെ കലാപരമായി അതിലൊരു റാങ്കിങ് തീർത്തും അസാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞൊരു 10 വർഷത്തോളം 10-15 വർഷത്തോളം ഉണ്ടായിട്ടുള്ള മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള പരിണാമങ്ങളെ ഞാൻ വളരെ സന്തോഷത്തോടെ കാണുന്ന ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഞാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഏറ്റവും ആശാവഹമായിട്ടുള്ള മാറ്റം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രമേയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളാണ്. നമ്മൾ സൂചിപ്പിച്ച പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കഥാപാത്രങ്ങൾ നിലനിൽക്കുന്നില്ല. പാറ്റ് എൻഡിങ്സ് പലതിനുമില്ല, ഓപ്പൺ ആയിട്ടുള്ള എൻഡിങ്സ് ഉണ്ടാകുന്നു. ഈ ഒരു കേന്ദ്ര വില്ലൻ എന്ന് പറയുന്നൊരു അത് പലപ്പോഴും ഒരാളിൽ നിന്നും പലരിലേക്ക് വിഭജിച്ച് മാറ്റപ്പെടുകയോ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയോ, അല്ലെങ്കിൽ പ്രകൃതിയും മറ്റ് സാഹചര്യങ്ങളിലേക്കൊക്കെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി ഓപ്റ്റിമിസ്റ്റിക് about the future of Malayalam cinema. The new generation filmmakers are really awesome and doing a great job. ഒരു സാറ്റലൈറ്റ് ചാനൽ പൂട്ടാൻ പോവുകയാണ്. അപ്പം ഈ ഡെസ്കിലെ ആ ഫ്ലോറിലെ അവിടെയുള്ള അവതാരകരുടെ ആ ഒരു അവതരണ രീതിയും, അല്ലെങ്കിൽ അവർ ആ ഒരു ഫൈറ്റ്, നമ്മളിപ്പോഴും അതിലാണല്ലോ നമ്മൾ ചാനലിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത്, അതൊക്കെ ശരിക്കും ഒരു ചാനലിൻ്റെ നിലനിൽപ്പിന് എത്രത്തോളം അനിവാര്യമാണ്? ഈ പറഞ്ഞ ഒരു കോമ്പാറ്റീവായിട്ടുള്ള ഒരു സ്പിരിറ്റ് നമ്മുടെ ന്യൂസ് റൂമുകളിൽ നിലനിൽക്കുന്നത് ആളുകൾക്ക് അത്തരത്തിലുള്ളൊരു ഭയങ്കര ഒരു ഡ്രാമ, ഒരു ഹൈ ഒക്ടെയിൻ ആയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് അവർ ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ടാണ്. ന്യൂസ് ബിക്കംസ് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ്. കേരളത്തിൽ മാത്രമല്ല, ഗ്ലോബലി ഈ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ടെലിവിഷൻ്റെ ഭാവി ഇനി വളരെ കുറച്ച് വർഷങ്ങൾ കൂടിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചധികം അവാർഡുകൾ കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ അവാർഡുകളെ തള്ളിപ്പറയണമെന്നോ നന്ദികേട് കാണിക്കണമെന്നോ കാണരുത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളുടെ സമൂഹം, പ്രത്യേകിച്ച് കേരളീയ സമൂഹം, അവാർഡുകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ ജൂറിയിൽ ഭാഗമായിട്ടുള്ള 3-4 പ്രാവശ്യം, 2 പ്രാവശ്യം നാഷണൽ ജൂറിയിലും പിന്നെ ഇന്ത്യൻ പെനർമേഡിയിലൊക്കെ, അത് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചപ്പോഴുണ്ട്, BJP ഗവൺമെൻറ് ഭരിച്ചപ്പോഴുണ്ട്. അപ്പോൾ ആ വേർഡിക്റ്റിൽ ഒരുപാട് അനോമലീസ് ഉണ്ടാവുന്നത് പലവിധ കാരണങ്ങളാൽ സാധ്യമാണ്. അതിന് രാഷ്ട്രീയം മാത്രമല്ല കാരണം, പ്രോബബ്ലി രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്കങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഇല്ല. ജീവിതം വളരെ ക്ഷണികമാണ്. ഇനി എന്തോ ഒരു ചിന്ത എനിക്ക് വന്നു, ഞാൻ വളരെ ഒരു ചേഞ്ച്ഡ് പേഴ്സണായി മാറി. ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം, അങ്ങനെ ഒരു ചിന്ത, കാഴ്ചപ്പാടിൻ്റെ മാറ്റം അങ്ങനെ വന്നിട്ടുണ്ട്? അതെ, ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അത് ഒരു 2-3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വളരെ ദുരന്തപൂർണമായിട്ടൊരു ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കും. ഈ പാർട്ടി എന്ന് വേണമെങ്കിൽ അവസാനിക്കാം. എനിബഡി ക്യാൻ ജസ്റ്റ് വാക്ക് ഔട്ട് ഓഫ് ദ പാർട്ടി ആൻഡ് യു മേ ബി കൈൻഡ് ഓഫ് ത്രോൺ ഔട്ട് ഓഫ് ദ പാർട്ടി അറ്റ് എനി പോയിന്റ്. നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് ഇല്ലാതാവുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്കാണത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല മലയാളിക്ക് ഇദ്ദേഹത്തെ മനസ്സിലാവാനായിട്ട്. 3 നാഷണൽ അവാർഡ്സ്, 9 സ്റ്റേറ്റ് അവാർഡ്സ്, ഇതുമാത്രം മതി മലയാള സിനിമയ്ക്ക് ഇദ്ദേഹം നൽകിയ സംഭാവന എന്താണെന്ന് അറിയാനായിട്ട്. സൈന സൗത്ത് പ്ലസ് പ്രസൻസ് ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റിൽ ഞാൻ രേണു. എനിക്കിപ്പം ഉള്ളത് ശ്യാമപ്രസാദ് സാറാണ്. സർ, വെൽക്കം. താങ്ക് യു വെരി മച്ച്. സർ, ഒരുപാട് ആക്ടിംഗ് വർക്ക്ഷോപ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് അത്ഭുതങ്ങൾ, വിസ്മയങ്ങൾ മുന്നിലും പിന്നിലും കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരുപാട് വലിയ ആളുകളെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ, മമ്മൂക്ക, ലാലേട്ടൻ ഇവരെങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത്? ഓരോ നടനും വ്യത്യസ്തരാണ്. എന്നുവെച്ചാൽ അവരുടെ പേഴ്സണാലിറ്റിയാണല്ലോ അഭിനയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവരുടെ അനുഭവങ്ങൾ, അവരുടെ മനസ്സ്, വികാരങ്ങൾ, ഇതെല്ലാമാണ് വരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഓരോ ആക്ടറും വ്യത്യസ്തരാണ്.
the the better you are, the more successful you are, താരം എന്നുള്ള ഒരുപാട് ബാധ്യതകളും കൂടി അവരെ നയിക്കുന്നുണ്ട്. അവരതിൽ നിന്ന് കുതറിമാറാൻ ശ്രമിക്കുന്ന രണ്ട് കലാകാരന്മാരാണെങ്കിലും അത് ഒഴിവാക്കാനാവില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രഷറിൽ കൂടി വർക്ക് ചെയ്യുമ്പോഴും പുതിയ പ്രമേയങ്ങൾ, പുതിയ ചിത്രീകരണ രീതികൾ, ഇതെല്ലാം ആഗ്രഹിക്കുന്ന ആളുകളാണ് രണ്ടുപേരും. പ്രത്യേകിച്ചും ശ്രീ മമ്മൂട്ടി, കാരണം ഞാൻ അദ്ദേഹത്തെ വർക്ക് ചെയ്തിട്ടുള്ളൂ, ശ്രീ മോഹൻലാൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ പ്രമേയങ്ങൾക്കുള്ളൊരു വളരെ നിരന്തരമായ, വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു എഫർട്ട് മമ്മൂക്കയുടെ ഭാഗത്തുണ്ടാവാറുണ്ട്. അത് ഇന്നും നമുക്കത് കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊഡക്ഷൻസ് വരെ നമുക്കത് കാണാവുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. ഒരു കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കടന്ന് പയറ്റാനുള്ള ഒരു യഥാർത്ഥ അഭ്യാസിക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. സോ ആ അർത്ഥത്തിൽ രണ്ടുപേർക്കും ഒരുപാട് സമാനതകളുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും അഭിനയം എന്നുള്ള കലയുടെ അപ്രോച്ചിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നുന്നു. രണ്ട് രീതിയിലുണ്ടാവാം. ഒന്ന്, സ്വന്തം പേഴ്സണാലിറ്റിയെ കഥാപാത്രത്തിൽ ആവാഹിക്കുന്നവർ, അല്ലെങ്കിൽ ആ മറ്റൊരു തന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വത്വത്തിലേക്ക് കൂടുമാറുന്നവർ. രണ്ടുപേരും പ്രസക്തമായിട്ടുള്ള അഭിനയ രീതികൾ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു ബ്ലെൻഡാണ് ഈ മമ്മൂക്കയായാലും ശ്രീ മോഹൻലാലായാലും പരീക്ഷിക്കുന്നത്. ചിലർക്ക് ഈ കൂടുമാറാനുള്ളൊരു കൗതുകം കൂടുതലാണ്. പിന്നെ രണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ എത്ര അനായാസമായി, എത്ര വിശ്വസനീയമായി അവർ മറ്റു മനുഷ്യരാകുന്നു എന്നുള്ളതാണ്. അതിലും രണ്ടുപേരും വളരെ പരിണിതപ്രജ്ഞരാണ്. സോ എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെയും പേഴ്സണാലിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം മാത്രമേ അതിലുള്ളൂ. അല്ലാതെ കലാപരമായി അതിലൊരു റാങ്കിങ് തീർത്തും അസാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സാർ ഈ കൂട് വിട്ട് കൂട് മാറുന്നു ആ ഒരു അഭിനയ രീതിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം അഭിനയമായി തോന്നാത്തതിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഒരു കഥാപാത്രമായി മാറാനായിട്ട് ഒരാൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് ആരും ആയിക്കൊള്ളട്ടെ, അതിനൊരു ട്രിക്കുണ്ടോ, അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ടോ? അതായത് ഇങ്ങനെ വേണം ഒരു കഥാപാത്രമായി രൂപാന്തരം പ്രാപിക്കാനായിട്ടെന്നൊക്കെ. അതായത് ഹൗ ടു ആക്ട് വിത്തൗട്ട് ആക്ടിങ് ആണ് ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം. അതെങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഒരാൾക്ക് അഭിനയമല്ലാതെ അത് റിയലിസ്റ്റിക് ആയിട്ടാകാനായിട്ടുള്ള വഴി എന്താണ്? സിനിമാഭിനയത്തിൽ അഭിനേതാവിൻ്റെ ഒരു റോൾ ഇൻ ക്രിയേറ്റിംഗ് ദാറ്റ് ക്യാരക്ടർ വളരെ ലിമിറ്റഡാണ്. അത് സംവിധായകൻ്റെയും ഒരുപക്ഷെ ക്യാമറമാൻ്റെയും കൂടി കൈകളിലൂടെ കടന്നു പോകുന്ന കാര്യമാണ്. കാരണം ഏറ്റവും അത്യാവശ്യം ഒരു നന്നായി എഴുതപ്പെട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. നന്നായി എഴുതപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ രേണു പറഞ്ഞ ആ വിശ്വസനീയമായിട്ടുള്ള കഥാപാത്രം ആ പേപ്പറുകളിൽ ഉണ്ടാവണം ആദ്യം. ആ കഥാപാത്രം അവിശ്വസനീയമായ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരു ആക്ടർക്കും അതിനെ വിശ്വസനീയമാക്കാൻ പറ്റില്ല. പിന്നെ അതിനെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മളതൊരു അവിശ്വസനീയതയുടെ ഒരു നിറം കൊടുത്തുകൊണ്ട് തന്നെ ഇത് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ അഭിനേതാക്കളുടെയൊക്കെ നമ്മൾ പറഞ്ഞ നമ്മളുടെ മനസ്സ് കവർന്നിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം അത് എഴുതിയ എഴുത്തുകാരുടെയും അതിൻ്റെ സംവിധായകരുടെയും ഒക്കെ കൂടിയാണത്. സോ അതിൽ നിന്ന് മാത്രമേ നമുക്കൊരു ലിവിങ് ക്യാരക്ടറെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ സംവിധായകൻ അയാൾക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത്, ആക്ടറായിട്ട് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെ അയാളെ ആ വിശ്വസനീയതയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. കാരണം ഓരോ കലാകാരനും കുറേയേറെ ബ്ലോക്സ് ഉണ്ടാവും. ഇമോഷണൽ, ക്രിയേറ്റീവ്, ടെമ്പറമെൻ്റൽ, ടെക്നിക്കൽ ആയിട്ടുള്ള പല ബ്ലോക്സ് ഉണ്ടാവും. ഇതിനെ ഓരോന്നായി റിമൂവ് ചെയ്തുകൊണ്ട് നൈസർഗികമായി ഈ ഒരേ കടലിലെ അഭിനയിച്ച ശ്രീ മമ്മൂട്ടിയിൽ ഒരു നാഥനുണ്ട് എന്ന് തിരിച്ചറിയിക്കലും ആ നാഥനിലും മമ്മൂട്ടിയുണ്ട് എന്നുള്ള, സോ ഇറ്റ്സ് ലൈക്ക് എ 2-way പ്രോസസ്സ്, അതിലേക്ക് എത്തിക്കലാണ്. സോ യു നീഡ് എ ഗുഡ് ഡയറക്ടർ ടു ഹാൻഡ് ഹോൾഡ് വിത്ത് യു, യു നീഡ് എ വെരി ഗുഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. ഇതൊക്കെയാണ് അതിൻ്റെ രഹസ്യങ്ങൾ എന്നുകൊണ്ട് പറയാവുന്നത്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് അഭിനയിക്കുന്ന ഒരാളാണ്, ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഇതിലെല്ലാത്തിലും കൂടി ഉള്ള ഒരാളാണ്. ഇതിലൊരു പ്രശ്നം നമുക്ക് പുറത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ ജഡ്ജ് ചെയ്യും, നമ്മൾ ഡയറക്റ്റ് ചെയ്യും, നമ്മൾ അവരോട് ഇന്ന രീതിയിൽ ചെയ്യണം, ഇത് നമ്മൾ പറയാനായിട്ട് നമുക്ക് സാധിക്കും. എന്നിട്ട് ഇതെല്ലാം ഫൈനൽ എഡിറ്റിംഗ് ടേബിളിലോട്ട് എത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇതൊരു പ്രോസസ്സ് ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ മറുവശത്ത് നിന്ന് നമ്മളിത് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊരു
ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ ഇതൊരു എളുപ്പകാര്യമായി, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രോസസ്സിലൊരു പ്രശ്നം തോന്നാറുണ്ട്? അല്ലെങ്കിൽ സാറിൻ്റെ അഭിനയ രീതിയെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഞാനൊരു അഭിനേതാവ് അല്ല പ്രാഥമികമായിട്ട്, ഒരു ആക്ടർ ആവാൻ ഉദ്ദേശിച്ച ആളുമല്ല. സാന്ദർഭികമായി ചില സുഹൃത്തുക്കളുടെയും എൻ്റെ കൂടെ പ്രവർത്തിച്ചവരുടെയൊക്കെ ആഗ്രഹപ്രകാരം ഞാൻ ചില ക്യാമിയോ വേഷങ്ങളിലൊക്കെ വന്നു. പിന്നെ ഒന്ന് രണ്ട് കുറച്ചുകൂടി വലുതായിട്ട് ചെയ്തു. അഭിനേതാവ് ആവാനുള്ളൊരു സെൽഫല്ല എനിക്കുള്ളത്. അതിനൊരു ഒരു പ്രത്യേക ഒരു വയറിങ് ആവശ്യമുണ്ട്. ആ വയറിങ് അല്ല എനിക്കുള്ളത്. കാരണം ഒരു സെൽഫ് കോൺഷ്യസ്നെസ് തീരെ ഇല്ലാതെ തന്നെ, സെൽഫ് കോൺഷ്യസ്നെസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും എക്സിബിഷനിസ്റ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു പ്രകൃതം കൂടി നടൻ ആവശ്യമുണ്ട്. എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സെൽഫ് കോൺഷ്യസ് 100% ഒഴിവാക്കാനുള്ളൊരു ഒരു സ്വതയുള്ളൊരു ഒരു സ്വഭാവമല്ല എൻ്റേത്. മാത്രമല്ല അത് ഒരുപാട് സമയം ആവശ്യമുള്ളൊരു പ്രോസസ്സുമാണ്. ഈ നടന്മാരെല്ലാം ആ പ്രോസസ്സിലൂടെ കടന്നു വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഈ കലയെ വളരെ ആഴത്തിലൊന്നും ഞാൻ സമീപിച്ചിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ സംവിധായകരാവുകയും എഴുത്തുകാരാവുകയും ഒക്കെ ചെയ്തപ്പോഴുള്ള ഒരു എക്സ്കർഷൻസ് മാത്രമായിരുന്നു. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ വലിയ റേസിൻ്റെ ഇടയിൽ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയില്ലേ, യു നീഡ് സം ടൈം ടു റീഫ്യൂവൽ ആൻഡ് ചേഞ്ച് യുവർ ടയേഴ്സ് ആൻഡ് ക്ലീൻ അപ്പ് യുവർ സിസ്റ്റം ആൻഡ് ഓൾ ദാറ്റ്. അതിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഞാൻ എൻ്റെ അഭിനേതാവിനെ കുറിച്ച് ഞാൻ കാണുന്നുള്ളൂ. സോ ദാറ്റ് I draw more energy. But it's fun being in a set, especially when the makers are your friends and all that. Of course, നമ്മളുടെ ഡയറക്ടർ എന്നുള്ള സെൽഫ് ഉള്ളിലുണ്ട്. നമ്മളിതുവർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അനാവശ്യമായ ഷോട്ടാണെന്ന് അറിയാം, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്തിട്ടില്ല എന്നറിയാം, അല്ലെങ്കിൽ ആ റിയാക്ഷൻ ഷോട്ട് കുറച്ചുകൂടി നന്നായാൽ മാത്രമേ ഇത് മീനിങ് ഫുൾ ആവുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ആസ് ഐ സെഡ് ഏർലിയർ, ദിസ് ഈസ് എ ഡയറക്ടേഴ്സ് ആർട്ട്. Even an actor's art is the director's art, the product of the director's art. ഡയറക്ടർ എങ്ങനെ അത് കാണുന്നു അനുസരിച്ചിട്ട് ഒരു ആക്ടർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആഫ്റ്റർ ഓൾ. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഡയറക്ഷൻ സെൽഫിനെ ഞാൻ തൽക്കാലം അടക്കി നിർത്തും. പിന്നെ ചില നിവൃത്തികെട്ട സന്ദർഭങ്ങളിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുകയാണെന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയാറുണ്ടെന്നല്ലാതെ I just keep to myself. But acting to me is a very boring job, because being a director, you are in control of every little thing on the set, and 100% you are active and alive. And an actor is not. You are only required when your angle of the shot is required to be shot. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചും വളരെ ബോറിങ് ജോലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഒരു എക്സ്കർഷൻ മാത്രമാണിത്. സാർ ഇപ്പോൾ പറഞ്ഞു, ഒരു ആക്ടർ എന്ന് പറയുന്നത് ഹി ഓർ ഷീ കംസ്, അവർ ആക്ട് ചെയ്യുന്നു, കഴിയുന്നു. പക്ഷെ ഒരു ഡയറക്ടർക്കാണ് ഒരു സെറ്റിൽ കംപ്ലീറ്റ് നിയന്ത്രണങ്ങൾ എന്നുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് കേൾക്കാറുണ്ട് വളരെ സ്റ്റിഫായിട്ടുള്ള, അതായത് ആദ്യ സിനിമയും 10ാമത്തെ സിനിമയും 50ാമത്തെ സിനിമയും ഒക്കെ തമ്മിലൊരു ആക്ടർ പേഴ്സണലി അയാൾക്ക് അതാരാണെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്, ഒരു ഡയറക്ടറെ പോലെ തന്നെ. അപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളിൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരി എന്ന രീതിയിൽ കാണുന്ന ആക്ട്രസസ് ലൈക്ക് അവരെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നല്ല, മനുഷ്യ പ്രകൃതിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയങ്ങളിൽ സ്വന്തം കൺവിക്ഷൻസ് ആണ് ശരി എന്ന പോലെയുള്ള സംഭവങ്ങൾ സെറ്റുകളിൽ ഉണ്ടാവാറെന്നുള്ളത് നമ്മൾ പല സ്ഥലങ്ങളിൽ വായിക്കാറുണ്ട്. ചില വീഡിയോസൊക്കെ പുറത്തൊക്കെ വരാറുണ്ട്. ഞാൻ സാറിനോട് ഏത് സിനിമ ഏത് സെറ്റ് അങ്ങനെയൊന്നുമല്ല ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ അതും സംഭവിക്കാറില്ല. അത്തരം സംഭവങ്ങളും സാറ് ഡീൽ ചെയ്യേണ്ട വരില്ലേ? തീർച്ചയായും ഉണ്ടാവുമല്ലോ. കാരണം അതൊരു സംഘകല കൂടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയെ ഞാൻ കാണുന്നത് ഒരു ഫിലിം മേക്കറുടെ സെൽഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അതിൽ ഒരുപാട് ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഒരുപാട് ആളുകളുടെ മനസ്സ്, ക്രിയേറ്റിവിറ്റി ഒക്കെ ചേർന്നിട്ടാണത് പ്രകാശിതമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഡയറക്ടറുടെ വിഷൻ എന്താണെന്നുള്ളത് തുടക്കം മുതലേ അസർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അത് സെറ്റിൽ വന്നിട്ടല്ല ഉണ്ടാവേണ്ടത്. അതിന് മുമ്പിലുള്ള പ്രിപ്പറേഷൻസും അതിന് മുമ്പിലുള്ള ആക്ടറുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഡയറക്ടർ എന്തുമാത്രം ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റിയുള്ള വിഷൻ ഉണ്ടെന്നനുസരിച്ചിരിക്കും അഭിനേതാവിന് അതിലൊരു കംഫർട്ട് ലെവൽ ഫീൽ ചെയ്യാൻ. അതില്ലാതെ വരുമ്പോഴാണ്, കാരണം അവരുടെയും കൂടി ഒരു കരിയറിൻ്റെ ഒരു
ഒരു ക്വസ്റ്റ്യൻ ആണത്. അവരുടെ ഒരു റിസ്ക്കും കൂടി അതിനകത്തുണ്ട്. സോ നാച്ചുറലി ദേ അസേർട്ട് certain things which they don't believe that the director has thought through. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട്, ഞാനെപ്പോഴും പറയാറുണ്ട്, ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു 80% കമ്മ്യൂണിക്കേഷനാണ്. There's nothing else. I mean, he is not doing the camera, he is not even doing the writing sometimes, he is not doing anything. He is the one who communicates his vision. That ability to articulate is the most important thing in a director. സോ അത് തുടക്കം മുതലേ ക്രമാനുഗതമായിട്ട് ആക്ടറിലേക്കും കൂടി എത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സർ, അങ്ങനെ എത്തിക്കാൻ എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്ത് പറ്റിയെന്ന് വരത്തില്ല. ഞാൻ സാറിൻ്റെ ഒരു സെറ്റിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്ന് നിന്നിട്ടുണ്ട്. ഏത് സെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും അവിടെ ക്യാരവനുകളുണ്ട്. ഒരാൾ ക്യാരവനിൽ കയറും, അടുത്തയാൾ ഇറങ്ങി, ഇയാൾ വന്നാലാണ് അടുത്ത ഷോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റേ ആൾ ക്യാരവനിൽ കയറും. ഇത് ഏതാണ് സെറ്റ്, എന്താണ് ഇത് ഞാൻ പറയുന്നേ ഇല്ല, പക്ഷെ വലിയ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നിന്ന് സെറ്റിൽ എനിക്ക് സംസാരം കേൾക്കാം, ശ്യാമപ്രസാദ് സാറിൻ്റെ സിനിമയാണ്, എന്നാലും വല്ല പേടിയുണ്ടോ, ഇറങ്ങി വരുന്നില്ല, ഒരാൾ വരുമ്പോൾ മറ്റേ ആൾ കയറിപ്പോവും, മറ്റേ ആൾ വരുമ്പോൾ ഇയാൾ കയറിപ്പോവും. ഇതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ഷോട്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാർ എടുക്കുന്നത്. ഞാൻ 10 മണിക്ക് വന്ന് വൈകുന്നേരം 5 മണി വരെ ആ സെറ്റിൽ നിന്നു. സോ ഈ സംഭവം ഞാൻ നേരിട്ട് കണ്ടതാണ്. കാരണം വലിയ പേരുകളാകുമ്പോൾ ഒരു ഡയറക്ടർക്ക് അത് ബുദ്ധിമുട്ടാണോ? അല്ല, ബുദ്ധിമുട്ടല്ല. ഇതെല്ലാം അതിൻ്റെ ഒരു എന്താ പറയുക, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള പ്രോബ്ലംസാണ്. അത് നമ്മളൊരു താരത്തെ ഒരു സിനിമയിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ താരത്തോടൊപ്പമുള്ള പ്രോബ്ലംസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇത് റിയലിസ്റ്റിക്കലി ഇപ്പോൾ നമ്മൾ കാരവാനെ കുറിച്ചൊക്കെ വളരെ നമ്മൾ റൊമാൻറ്റിക് ആയിട്ട് അതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, അതൊക്കെയാണ് നല്ലതെന്ന്. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് ഇന്നൊരു പുറം സ്ഥലത്ത് പോയിട്ട് ഒരല്പം അറിയപ്പെടുന്ന ആളുകളുമായിട്ട് വർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. സെൽഫിയുടെ കാര്യങ്ങളിലായാലും മറ്റു രീതിയിലായാലും എല്ലാം ഇത് ക്രൗഡിൻ്റെ ഒരു ഇൻവേഷൻ വളരെ ഒരു പ്രോബ്ലമാറ്റിക്കാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് അവർക്ക് വേണ്ട ഒരു പ്രൈവസി, എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതിനതിൻ്റെ ഫ്ലിപ്പ് സൈഡുണ്ട്. ബട്ട് യു ഹാവ് ടു ഫേസ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. ഐ ഡോണ്ട് നോ, അന്ന് ഒരു ഷോട്ട് മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ എന്നുള്ളത് ഒരു പക്ഷേ ആ ഷോട്ടിൻ്റെ ഒരു പ്രോബ്ലം എന്തെങ്കിലും കൊണ്ടായിരിക്കാം, അതിൻ്റെ എന്തെങ്കിലും റിക്വയർമെൻ്റ് കൊണ്ടായിരിക്കാം. പക്ഷേ ഒരു താരത്തിൻ്റെ സഹകരണമില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ഏതെങ്കിലും ചെയ്യാതിരിക്കുകയോ മാറ്റി ചെയ്യേണ്ടിയോ വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഐ പ്ലാൻ സോ ദാറ്റ് ദിസ് ഈസ് സച്ച് എ ബിഗ് സ്റ്റാർ, ഇറ്റ് വിൽ നീഡ് ദാറ്റ് മച്ച് ടൈം ടു വർക്ക് എന്നൊക്കെ അറിഞ്ഞ് ചെയ്യണം. ഇപ്പോൾ സാറിൻ്റെ സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെല്ലാം ഒരുപാട് ലേയേഴ്സുള്ള സിനിമകളാണ് സാർ ചെയ്യുന്നത്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള, കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനൊരു സാർ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന കഥകളാണ് ഇത് സിനിമയായിട്ട് പുറത്തേക്ക് വരുന്നത്. പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഒരു കൊമേഴ്ഷ്യൽ മാസ് എൻ്റർടൈനർ അങ്ങനെ ഒരു ആംഗിളിനെ കുറിച്ച് ശ്യാമപ്രസാദ് ഒരിക്കലും ചിന്തിക്കാത്തത്? ഞാനും ചോദിക്കുകയാണ്, അങ്ങനെ ഒരിക്കലും സാറിൻ്റെ മനസ്സിലോട്ടൊരു തോട്ട് വന്നിട്ടില്ലേ? പല രീതിയിലുള്ള സിനിമകൾ ഉണ്ടാവാമല്ലോ, പല രീതിയിലുള്ള പുസ്തകങ്ങളുള്ള പോലെ, പല രീതിയിലുള്ള സംഗീതം ഉള്ളതുപോലെ സിനിമയെ പ്രാഥമികമായും ഒരു കലാരൂപം, ഒരു മാധ്യമം, സെൽഫ് എക്സ്പ്രഷനുള്ളൊരു മാധ്യമം എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ആ രീതിയിലുള്ള സിനിമകൾ കൺസീവ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എനിക്കൊരു ആ ചെയ്യുന്ന ജോലിയിലൊരു പ്ലഷറും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നത്. സോ അത് വളരെ പ്രധാനമാണ്. കാരണം ഒരു സിനിമയിൽ അതിൻ്റെ എഴുത്തിൻ്റെ ഘട്ടം തുടങ്ങി അത് റിലീസാവുന്ന വരെയുള്ള 1-1.5 വർഷം നമ്മളൊരു പ്രോജക്റ്റിനൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് വർത്ത് വൈലായിരിക്കണം, അല്ലേ? നോട്ട് ജസ്റ്റ് ആസ് എ പ്രൊഫഷൻ ഓർ ഫിനാൻഷ്യലി. നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷനും നമ്മളുടെ ജീവിതത്തിൽ അത് ചെയ്തു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം തരുന്ന കാര്യമായിരിക്കണം. അതൊക്കെ കൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള തരം സിനിമകൾ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ അതെപ്പോഴും അത് സിനിമ എന്നുള്ളൊരു മാധ്യമം വളരെ പണച്ചെലവുള്ളൊരു ബിസിനസ് കൂടി ആയതുകൊണ്ട് അത് ആളുകളിലേക്ക് പരമാവധി എങ്ങനെ എത്താം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഈ താരങ്ങളുടെയൊക്കെ ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് വരുന്നത്. അതല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾ, സംഗീതത്തിൻ്റെ ഘടകങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്. ഇറ്റ്സ് വിത്ത് ദാറ്റ് തോട്ട് ഓഫ് ദാറ്റ് ദിസ് ഷുഡ് റീച്ച് ടു ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ. നമ്മളുടെ വിതരണ പ്രദർശന സാഹചര്യങ്ങൾക്ക് കൂടി അതിൻ്റേതായിട്ടുള്ളൊരു വിഷ്യസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. യു കനോട്ട് ഈസിലി ഗെറ്റ് ത്രൂ ദാറ്റ്. പക്ഷേ താങ്ക്ഫുള്ളി ഇന്ന് നമുക്ക് കുറേം കൂടി സെലക്റ്റീവായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും.
കുറേം കൂടി നീഷായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇൻ്റർനെറ്റ് പോലുള്ള OTT ഒക്കെ പോലുള്ളതിലൂടെ ധാരാളം സർഗ്ഗസാധ്യതകളുണ്ട്. സോ തിങ്സ് ആർ ചേഞ്ചിങ്. എന്താണ് പോപ്പുലർ എന്നുള്ളതിന് ഒരു ഡിഫൈൻ ചെയ്യാൻ അതിൻ്റെ മേക്കേഴ്സിന് എപ്പോഴും പറ്റാറില്ലല്ലോ. പോപ്പുലർ ആണെന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നതെല്ലാം പോപ്പുലർ ആവുന്നില്ലല്ലോ. സോ ഇറ്റ്സ് ഓൺലി എ കാൽക്കുലേഷൻ. And I depend more on my inner organic creative happiness and satisfaction of the audience also. From calculation to എന്താ പറയുക, ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ആ വ്യത്യാസമുണ്ട്. സാർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ ചെയ്യുമ്പോൾ ഒരു പാരലൽ പാത്തിൽ സാർ സിനിമ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് സാർ ഈ പറഞ്ഞത്. നമ്മളത് ചിന്തിക്കാറുണ്ട്. അതായത് നമ്മൾ ഈ പൈസയും അതിൻ്റെ വരവ്, ഇത് ഇങ്ങോട്ട് വരുന്ന പൈസയും കൂടി കണക്ക് കൂട്ടാതെ നമുക്കൊരു സിനിമ എക്സിസ്റ്റൻസ് എല്ലാം നോക്കേണ്ട കാര്യമുണ്ട് സിനിമ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഒരു പാരലൽ പാത്തിലൂടെ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു സ്ട്രെസ് ഫാക്ടറായിട്ട് വരികയോ ആ സമയത്ത് കൂടുതൽ ചിന്തിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? അതായത് അങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ? ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകേണ്ട ഒരു പ്രോസസ്സായിട്ട് വരുമ്പോൾ അത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ടോ? എനിക്ക് മാത്രമല്ല, എല്ലാ ഫിലിം മേക്കേഴ്സും, ഈവൻ ദ ഹോട്ടസ്റ്റ് മോസ്റ്റ് പോപ്പുലർ ഫിലിം മേക്കേഴ്സ്, ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും വലിയ ഹിറ്റ് ഉണ്ടാക്കിയ സംവിധായകന് അതിൻ്റെ പ്രഷറും സ്ട്രെസ്സും ആയിരിക്കും. ഫിലിം മേക്കിംഗ് ഈസ് എ വെരി സ്ട്രെസ്ഫുൾ ജോബ് ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ 80% കമ്മ്യൂണിക്കേഷനാണ് ഫിലിം ഡയറക്ടറുടെ ജോലി എന്ന് പറയുന്ന പോലെ ഒരു ഫിലിം മേക്കറുടെ ജോലിയുടെ മറുവശം 80% ഈസ് ഹാഗ്ലിംഗ്, ഡീലിംഗ് വിത്ത് പീപ്പിൾ, ബിസിനസ്മാൻ, ആക്ടേഴ്സ്, അതർ ക്രിയേറ്റീവ് ടെക്നീഷ്യൻസ്. സോ ഇതാണ് ഒരു ബേസിക് ജോലി. ആ ഹാഗ്ലിങ്ങിൻ്റെ ടയർഡ്നെസ്സാണ് സിനിമ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ അതിൽ നിന്നും റിലീവ്ഡ് ആവേണ്ട കാര്യം. സോ ഇതൊരു യൂണിവേഴ്സലായിട്ടുള്ള കാര്യമാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും. ഈവൻ ദ മോസ്റ്റ് സക്സസ്ഫുൾ നെക്സ്റ്റ് വൺ ചെയ്യുമ്പോൾ ആ സക്സസ്സിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ളൊരു വലിയ ഒരു റെസ്പോൺസിബിലിറ്റി അവരുടെ തലയിലുണ്ട്, വിച്ച് ഈസ് ഇമ്പോസിബിൾ. കാരണം അത് ആ ഒരു കഥയ്ക്കും ആ ഒരു പ്രത്യേക ടൈമിനും ഉണ്ടായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൽ നിന്നുള്ള എൻ്റെ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനെ മൂവ് ചെയ്തിട്ടുള്ളൊരു കഥ കണ്ടെത്തുകയും എൻ്റെ മനസ്സിലുള്ളൊരു സിനിമാറ്റിക് സങ്കല്പം റിഫ്രഷ്ഡ് ആയിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതിലൂടെയാണത് ഐ റീ എനർജൈസ് മൈ സെൽഫ്. സാർ കുറച്ച് മുന്നേ OTT പ്ലാറ്റ്ഫോംസിനെ കുറിച്ചും മാറുന്ന നമ്മുടെ ഒരു ഡിജിറ്റൽ കാലത്തെക്കുറിച്ചും പറഞ്ഞു. ഇപ്പം അമൃത TV പ്രസിഡൻ്റായിട്ട് താങ്കൾ അതങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാം. അപ്പം ശ്രീകണ്ഠൻ നായർ റീസെൻ്റ്ലി പറഞ്ഞു ഒരു സാറ്റലൈറ്റ് ചാനൽ പൂട്ടാൻ പോവുകയാണ്. അപ്പം ഈ ഡെസ്കിലെ ആ ഫ്ലോറിലെ അവിടെയുള്ള അവതാരകരുടെ ആ ഒരു അവതരണ രീതിയും അല്ലെങ്കിൽ അവർ ആ ഒരു ഫൈറ്റ് നമ്മളെപ്പോഴും അതിലാണല്ലോ നമ്മൾ ചാനലിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത്. അതൊക്കെ ശരിക്കും ഒരു ചാനലിൻ്റെ നിലനിൽപ്പിന് എത്രത്തോളം അനിവാര്യമാണ്? ഈ പറഞ്ഞ ഒരു കോമ്പാറ്റീവായിട്ടുള്ള ഒരു സ്പിരിറ്റ് നമ്മുടെ ന്യൂസ് റൂമുകളിൽ നിലനിൽക്കുന്നത് ആളുകൾക്ക് അത്തരത്തിലുള്ളൊരു ഭയങ്കര ഒരു ഡ്രാമ, ഒരു ഹൈ ഒക്ടെയിൻ ആയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് അവർ ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ട് ന്യൂസ് ബിക്കംസ് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അത് നിലനിർത്തുക എന്നുള്ളത് അവരുടെ തൊഴിലിൻ്റെയും ഈ പറഞ്ഞ പോലെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നതിൻ്റെയൊക്കെ ആവശ്യമാണ്. അത് ഇഫ് യു ആർ ഓൺലി ഹാപ്പി ടു പ്ലേ ദാറ്റ് ഗെയിം യു നീഡ് ടു ബി ദെയർ. അല്ലെങ്കിൽ there are many others who are willing to come in and do it, your job. So you think ഈ സാറ്റലൈറ്റ് ചാനൽസിൻ്റെ ഒരു പോക്ക് അപകടത്തിലേക്കും ഇനി അതിനൊരു ഫ്യൂച്ചർ ഇല്ലാത്ത I think television as a medium globally, കേരളത്തിൽ മാത്രമല്ല ഗ്ലോബലി, ഈ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ടെലിവിഷൻ്റെ ഭാവി ഇനി വളരെ കുറച്ച് വർഷങ്ങൾ കൂടിയാണുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പ്രോബബ്ലി ന്യൂസ് ആൻഡ് സ്പോർട്സ് വിൽ സർവൈവ് ആസ് TV ചാനൽസ്. അപ്പോയിൻമെൻറ്റ് ഡ്രിവൻ വ്യൂയിങ്, അതല്ലാത്ത മുഴുവൻ നമുക്കിഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് കാണാവുന്നൊരു സൗകര്യം ഉണ്ടെങ്കിൽ ഹൂ വിൽ ഗോ ആൻഡ് വാച്ച് ദിസ്? സോ അത് ടെക്നോളജി എത്തിച്ചേരേണ്ട ഒരു അടുത്ത സ്റ്റേജാണത്. സോ ടെലിവിഷൻ സ്റ്റേഷൻ ആസ് സച്ച് വലിയ ഭാവി ഞാൻ കാണുന്നില്ല. സർ, O രാജഗോപാൽ എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ട്. ഓക്കെ, താങ്കളുടെ ശ്യാമപ്രസാദിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി O രാജഗോപാലിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായിട്ട് എത്രത്തോളം അടുത്താണ് അല്ലെങ്കിൽ എത്രത്തോളം അകലത്തിലാണ്? ഒന്നാമത് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചങ്ങ് ഒരു ഒറ്റ വാചകത്തിലോ രണ്ട് വാചകത്തിലോ പറയാവുന്ന രീതിയിൽ ഉണ്ടാക്കി വെക്കണം എന്നൊരു നിർബന്ധം ഉള്ളതുപോലെ തോന്നുന്നു ആ ചോദ്യത്തിന്.
അങ്ങനെയൊന്നുമില്ല. വളരെയധികം മാറുന്ന ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉള്ള ഈ ലോകത്ത് ആം, ഒരു സന്ദേഹിയായിട്ടും ജീവിക്കാം. അതിനൊരു കൺഫേമിറ്റി തന്നെ ആവശ്യമില്ല. നമുക്ക് ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ അവരെത്ര നല്ല ആളുകളാണെങ്കിലും, എൻ്റെ അച്ഛൻ ഉൾപ്പെടെ എത്ര നല്ല ആളുകളാണെങ്കിലും അവരിൽ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു ഒരു ആസ്പെക്റ്റ് അവരുടെ ഒരു സെൻസ് ഓഫ് ഒരു എന്താ പറയുക, ഒരു ഒരു നിശ്ചയ ഇതാണ് സത്യം എന്ന് അവർ നിശ്ചയിച്ചുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചാണ്. അത് പൂർണ്ണമായും ഉള്ളിൽ അത് വിശ്വാസമില്ലെങ്കിൽ പോലും അത് പലപ്പോഴും പ്രഖ്യാപിക്കേണ്ടി വരുന്നു, ബിക്കോസ് ഓഫ് ദെയർ എന്താ പറയുക അഫിലിയേഷൻ ടു ദ പാർട്ടി ആൻഡ് സോ ഓൺ. അതിനെയാണ് നമ്മൾ ഡോഗ്മ എന്ന് വിളിക്കുന്നത്. ഒരു ഒറ്റ ഇതിൽ തന്നെ ഉറച്ച, കാരണം സത്യം വളരെ അമോർഫസ് ആണത്. നമുക്ക് അതിനിടയിലും നമുക്ക് പല ലെയറുകളിൽ പലതും കാണാൻ പറ്റും. അവിടെയാണ് കലാകാരൻ്റെ പ്രസക്തി ഉള്ളത്. കലാകാരൻ അത്തരത്തിലുള്ള ഒരു കൺഫേമിറ്റിയെ സ്വീകരിക്കാൻ തയ്യാറല്ല. അയാൾ അതിനുള്ളിലും മറ്റ് സത്യങ്ങൾ കണ്ടെത്താൻ, മറ്റ് വിരുദ്ധങ്ങളായിട്ടുള്ള പല തലങ്ങൾ കണ്ടെത്താൻ അയാൾക്ക് നാച്ചുറലി അയാൾക്ക് ടെംപ്റ്റേഷനുണ്ട്. ഇതാണൊരു കലാകാരനും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള വ്യത്യാസം. അപ്പം അതുകൊണ്ട് ഈ ചോദ്യത്തോട് അടിസ്ഥാനപരമായി സമൂഹത്തിനും മനുഷ്യർക്കും നന്മയുണ്ടാവണം എന്നുള്ള ഒരു ചിന്ത അതിൻ്റെയൊക്കെ അടിസ്ഥാന ധാരയായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള അവരുടെ ഒരു പ്രഖ്യാപനമാണെന്ന് തന്നെ വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവരുടെ കൂടെയുണ്ട്. ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ വ്യഥകളെ നമുക്ക് എങ്ങനെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പെക്റ്റ് അനദർ ഹ്യൂമൻ ബീയിങ് ബിഫോർ യു ജംപ് ഇൻ ടു എ ജഡ്ജ്മെൻറ്റ്. ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാ നല്ല കലകളും മനുഷ്യനെ റിവീൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ ആ അർത്ഥത്തിലൊരു ഐക്യമുണ്ട്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ നിശ്ചയിച്ചുറപ്പിച്ച ഒരു പൊളിറ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെ പ്രഖ്യാപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അതിൻ്റെ ഇല്ല. ഇപ്പോൾ സാറിനെ 2 തവണ നാഷണൽ അവാർഡ് ജൂറി ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണയും നാഷണൽ അവാർഡ് വരുന്നതിന് മുന്നേയും പിന്നെയും നടക്കുന്ന ചർച്ചകളുണ്ട്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് അത് കൂടി വരുന്നുണ്ട്. അതായത് അവാർഡുകൾ പോകുന്നത് അപ്പോഴത്തെ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അവരുടെ ഐഡിയോളജിയോട് ഒത്തു നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ഗുണമുണ്ടാവുന്നവർക്ക്, അവർ കാണുന്ന കാഴ്ചപ്പാടുകൾ കാണിക്കുന്ന സിനിമകൾക്ക്, വ്യക്തികൾക്ക് അങ്ങനെ ഒരു സംസാരം പൊതുവെ ഉള്ള ഒരു കാര്യമില്ലേ? കുറച്ചധികം അവാർഡുകൾ കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ അവാർഡുകളെ തള്ളിപ്പറയണമെന്നോ നന്ദികേട് കാണിക്കണമെന്നോ കാണരുത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളുടെ സമൂഹം, പ്രത്യേകിച്ച് കേരളീയ സമൂഹം, അവാർഡുകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു. ഒരു കാലത്ത് ഒരു പക്ഷേ ഈ അവാർഡുകൾക്കൊരു പ്രസക്തി ഉണ്ടാവാം, ചില വളരെ ഫ്യൂ ആയിട്ടുള്ള ചില അവാർഡുകൾക്ക്. കാരണം അത് വളരെ ഉന്നതമായൊരു ജൂറിയിൽ നിന്നാണത് വരുന്നതെന്നുള്ളത് കൊണ്ട് നമുക്കതിനൊരു വാല്യൂ കാണാൻ വേണമെങ്കിൽ. പക്ഷേ കാലക്രമേണ ആ വാല്യൂ സിസ്റ്റം മുഴുവൻ ഇല്ലാതെയായിരിക്കുന്നു. എല്ലാ ടെലിവിഷൻ ചാനലുകളും സിനിമ അവാർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനകത്തുള്ള പൊള്ളത്തരങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഈ സ്റ്റേറ്റിൻ്റെ അവാർഡായാലും നാഷണൽ ലെവലിലെ അവാർഡായാലും ഒക്കെ അതിനകത്തുള്ള ജൂറിയുടെ ഒരു നിലവാര തകർച്ചയെക്കുറിച്ച് നമ്മളൊക്കെ ധാരാളം സംസാരിക്കാറുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാനിതിന് വലിയൊരു വാല്യൂ ഇപ്പം കൊടുക്കുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഞാൻ ജൂറിയിൽ ഭാഗമായിട്ടുള്ള 3-4 പ്രാവശ്യം, 2 പ്രാവശ്യം നാഷണൽ ജൂറിയിലും പിന്നെ ഇന്ത്യൻ പെനർമേഡയിലൊക്കെ, അത് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചപ്പോഴും ഉണ്ട്, BJP ഗവൺമെൻറ് ഭരിച്ചപ്പോഴും ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹങ്ങൾ അങ്ങനെ പ്രകടമായിട്ടൊന്നും ഉണ്ടായിട്ടുള്ളൊരു അനുഭവം എനിക്കില്ല. തീർച്ചയായും ഈ ജൂറിക്കകത്ത് 15-20 പേരുള്ള ജൂറിക്കകത്ത് പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. മെയിൻലി ലിംഗ്വിസ്റ്റിക്. ഈ സൗത്ത് ഇന്ത്യൻസ് എല്ലാവരും കൂടി ഹഡിൽ ടുഗദർ ആൻഡ് ദേ വിൽ സേ വി നീഡ് മോർ അവാർഡ്സ് ഫോർ തെലുഗു, തമിഴ്, കന്നഡ, ആൻഡ് ഹിന്ദി ഗൈസ് വിൽ ഓൾവേസ് സൈഡ് വിത്ത് ബോളിവുഡ്. ഇങ്ങനെയൊക്കെയുള്ള ഡിവിഷൻസ് ഉണ്ടാവാറുണ്ടെന്നല്ലാതെ ഇന്ന രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിനിമയ്ക്ക് ഒരിക്കൽ പോലും എനിക്കുണ്ടായതായി തോന്നുന്നില്ല. മോർ ഓർ ലെസ് ദ ബെസ്റ്റ് വിൻസ്. പക്ഷേ ദെൻ
ആളുകളുടെ സെൻസിബിലിറ്റി വളരെ വളരെ പ്രധാനമാണ്. ഞാനൊരിക്കൽ ഒരു ഒരു ജൂറിയിൽ അംഗമായിരുന്ന സമയത്ത് തെലുങ്ക് നടി, വളരെ സീനിയറായിട്ടുള്ള തെലുങ്ക് നടി ഭാനുമതി എന്നൊരു നടിയുണ്ട്, MGRയുടെയും ശിവാജി ഗണേശൻ്റെയും കൂടെ അഭിനയിച്ചത്. അവരായിരുന്നു ജൂറി ചെയർമാൻ. സോ അവർ ഷീസ് എ വെരി സ്വീറ്റ് ഓൾഡ് വുമൺ. പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗന്ധവുമില്ല. എന്താണ് പുതിയ സിനിമ, അല്ലെങ്കിൽ ഇന്നത്തെ ലോക സിനിമയുടെ ഒരു നിലവാരം എന്താണ്, പല അവരഭിനയിച്ച സിനിമകളെക്കുറിച്ചോ ആ കാലത്തെ സാങ്കേതികതയെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അവർക്കറിയില്ല. ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് അവർ ജൂറിയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അവർ ഷീസ് ടോട്ടലി അൺഫിറ്റ് ടു ചെയർ എ ജൂറി ടു ഡിസൈഡ് വിച്ച് ഈസ് ദ കൺട്രീസ് ബെസ്റ്റ് ഫിലിം ആൻഡ് സോ ഓൺ. സോ തുടക്കം മുതൽ അവർക്ക് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വന്നു പ്രാക്ടിക്കലി. അമ്മ, ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെയാണ് സിനിമകൾ, ഇന്നിങ്ങനെ ഈ രീതിയിലാണ് സിനിമകളുടെ പുതിയ ശൈലികൾ, പ്രമേയങ്ങൾ ഇങ്ങനെയാണ്, ഗ്ലോബലി ഇതാണ് നമ്മളുടെ കണ്ടീഷൻ, ഇന്ന ആൾക്കാർ ഇന്ന ഫിലിം മേക്കേഴ്സ് ആണ്. സോ യു ജസ്റ്റ് ഇമാജിൻ, ആൻഡ് ദിസ് ഈസ് നോട്ട് എ റെയർ സിറ്റുവേഷൻ. ദിസ് ഓഫ്റ്റൻ ഹാപ്പൻസ്. ഇഫ് നോട്ട് ദ ജൂറി ഹെഡ്, but definitely the majority amongst the jurist are like that. അവർ ഏതെങ്കിലും രീതിയിലൊക്കെ വഴി തെറ്റി ഇങ്ങോട്ട് എത്തിയ ആൾക്കാരായിരിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ തീരുമാനിക്കുന്നതാണ് ഇതിൻ്റെ വേർഡിക്റ്റ്. അപ്പോൾ ആ വേർഡിക്റ്റിൽ ഒരുപാട് അനോമലീസ് ഉണ്ടാവുന്നത് പലവിധ കാരണങ്ങളാൽ സാധ്യമാണ്. അതിന് രാഷ്ട്രീയം മാത്രമല്ല കാരണം. പ്രോബബ്ലി രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഇല്ല. But basically my opinion about this is, I think it's time now that we don't care anymore about these kind of nonsense. ശരിയാണ്. ചിലപ്പോഴൊക്കെ ചില അവാർഡ് പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ സിനിമയെ വളരെ അടുത്തറിയുന്നവരെന്ന നിലയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇനി സാറിൻ്റെ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ, കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ പത്മരാജൻ സിനിമകളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. ഒരേ കടൽ പോലെയുള്ള സിനിമകൾ, സാറിൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഒരേ കടലാണ്. ചിന്തിപ്പിച്ച സിനിമയാണ്. ഒത്തിരി കാലം കഴിഞ്ഞ് വരേണ്ട കാര്യങ്ങൾ അതിൽ കാണിച്ചു. അതുപോലെ തന്നെ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം പ്രമേയങ്ങൾ, അതുപോലെ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പ്രമേയങ്ങൾ, ഇതൊക്കെ വെച്ച് സിനിമ ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച്, നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ വെച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളത്തിൽ തന്നെ ധാരാളം സിനിമകൾ എത്ര ഐക്കണോക്ലാസ്റ്റിക് ആയിട്ട്, എത്ര സമൂഹത്തിൽ നമ്മൾ തുറന്ന് ഡിസ്കസ് ചെയ്യാൻ മടിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ലേ? സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച്, സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചൊക്കെ ധാരാളം സിനിമകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇവിടെയോ രാജ്യത്ത് എവിടെയോ നിയമപരമായിട്ടുണ്ടെന്ന്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണലായി നമുക്ക് അനുവദിച്ചിട്ടുള്ള ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലോ ഒരു പൗരൻ എന്നുള്ള രീതിയിലോ നമുക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും അവകാശങ്ങളെയൊക്കെ ഹനിക്കുകയാണെങ്കിൽ ദേ വിൽ നാച്ചുറലി ടേക്ക് ഇറ്റ് അപ്പ്. എന്നതിനപ്പുറം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 10-20 വർഷം മുമ്പ് ഇപ്പോൾ ഒരേ കടലൊക്കെ അന്ന് വലിയൊരു ടോക്ക്ഡ് അബൌട്ട് സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഇംഗ്ലീഷ് പത്രം പ്രാവശ്യത്തെ സൺഡേ മാഗസിൻ്റെ ഹെഡിങ് ശ്യാമപ്രസാദ് റിലീസസ് ഫീമെയിൽ ലിബിഡോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഹെഡിങ് തന്നെ. ഇറ്റ്സ് സോ ഫണ്ണി. ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ അറ്റ് ഓൾ. അപ്പോൾ സമൂഹം മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെ മാധ്യമങ്ങളും സിനിമയും എല്ലാം മാറുന്നുണ്ട്. സാറിൻ്റെ ഫിൽമാറ്റോഗ്രഫിയിൽ ഏറ്റവും വ്യത്യസ്തമായി നിന്നൊരു ചിത്രം പക്ഷേ വേറൊന്നാണ്, അത് ഹേയ് ജൂഡാണ്. അപ്പോൾ ഈ ഹേയ് ജൂഡ് ഇപ്പം യൂട്യൂബിൽ അത് ഫുൾ മൂവി അവൈലബിൾ ആണ്. ഈ സിനിമയെക്കുറിച്ച് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അത്രയും നിവിൻ പോളിയുടെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഒരുപാട് ആ സിനിമയെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ തിയേറ്ററിലേക്ക് വന്നപ്പോൾ ഇത് നമ്മൾ കണ്ടില്ല. ഹേയ് ജൂഡിന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. അതിൻ്റെ വിതരണക്കാരോടും നിർമ്മാതാക്കളോടും സംസാരിക്കണം. അതിൻ്റെ വിതരണത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻ എന്തെങ്കിലും കുറവുകളുണ്ടായിരുന്നോ? എന്നെ സംബന്ധിച്ചോളം ഒരു നേരത്തെ സൂചിപ്പിച്ച ആ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ എല്ലാ ഘടകങ്ങളും അതിനകത്തുണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്, കുത്തിച്ചെലുത്തിയ രീതിയിലല്ല. ആൻഡ് നിവിൻ ഡിഡ് എ ബ്രില്യൻറ്റ് ജോബ്. ആൻഡ് കാണാനും കേൾക്കാനുമുള്ള ഒരുപാട് വിഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. But it didn't perform in the theatres as much it should have. അത് വിപണിയുടെ രസതന്ത്രം അറിയുമെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരോട് ചോദിക്കേണ്ട ചോദ്യം അത്.
അതുപോലെ മോഹൻലാൽ ശ്യാമപ്രസാദ് സിനിമ എന്ന് ഞാൻ ഒരിടയ്ക്ക് കേട്ടിരുന്നു. അങ്ങനെ ഒരു സിനിമ, ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരമുണ്ടെന്ന് അറിഞ്ഞിരുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ടോ? അത് രണ്ടോ മൂന്നോ തവണ ഞങ്ങൾ പല പരിപാടികളും ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടുപോയി നടന്നില്ല. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രോജക്റ്റുകളുടെ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിട്ട് അത് നെവർ വർക്ക്ഡ് ഔട്ട്. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. സാറിൻ്റെ സിനിമകൾ എടുത്തു കഴിയുമ്പോൾ പലപ്പോഴും ഈ കൊമേഴ്ഷ്യൽ സിനിമകളുടെ അവസാനത്തിലേക്ക് വരുന്ന ഒരു സാറ്റിസ്ഫൈങ് ഒരു എൻഡ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണ പോലെ ഒരു കൊമേഴ്ഷ്യൽ സിനിമകളിലുണ്ടല്ലോ, ഒരു വില്ലൻ അങ്ങനെ വന്നു, ഇത് നായകൻ നേടുന്നു, അങ്ങനെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് സിനിമകൾക്കും തരാൻ കഴിയില്ല. പക്ഷേ ഒരുപാട് ലെയേഴ്സിലൂടെ സഞ്ചരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. കാരണം കഥാപാത്രത്തിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് നമ്മൾ അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എൻഡ് വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഒരു കഥാകൃത്ത് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി അങ്ങനെ വേണമെന്നില്ല. അത് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന അങ്ങനത്തെ ഒരു ഡിസിഷനാണ്. ഒരു പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന കഥകൾക്കുള്ളൊരു സ്വഭാവമായിരിക്കും അത്. ഈ ഒരു പാറ്റ് എൻഡിങ്, ദാറ്റ് എവറിത്തിങ് ഈസ് ടൈഡ് അപ്പ് നീറ്റ്ലി ഇൻ ദി എൻഡ്. അത് കുട്ടിക്കഥകളിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണത്. ജീവിതത്തിൽ അത് അങ്ങനെ ഇല്ലല്ലോ. നത്തിങ് ഈസ് ടൈഡ് അപ്പ് ഇൻ ദി എൻഡ്. ഇറ്റ്സ് എൻ ഓൺഗോയിങ് പ്രോസസ്സ് ഓഫ് പല വികാരങ്ങളുടെ ഒരു മിക്സ്ചറായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള എൻഡാണ് ജീവിതത്തിൽ പല കഥകൾക്കും, യഥാർത്ഥ കഥകൾക്കുള്ളത്. മറ്റേത് ഒരു ചൈൽഡ്സ് വ്യൂ ഓഫ് സ്റ്റോറീസാണ്. ഇപ്പോൾ രാമായണം കുട്ടികളുടെ സമയത്ത് ഏജിൽ നമ്മൾ വായിക്കുമ്പോൾ, ഒരു ബാലരാമായണം വായിക്കുമ്പോൾ എന്താ, അവസാനം രാവണനെ കൊന്നു, രാമൻ സീതയും കൊണ്ട് അയോധ്യയിൽ പോയി എന്നുള്ളതല്ലേ. ബട്ട് നമ്മൾ ആസ് വി ഗ്രോ ഓൾഡർ, വെൻ വി റിയലി റീഡ് എഴുത്തച്ഛൻ്റെയോ വാൽമീകിയുടെ രാമായണം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഉത്തരരാമായണം എന്നുള്ളൊരു കഥ തന്നെ ഉള്ളത്. മോർ ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് ആർ ദെയർ. സീതയും ശ്രീരാമൻ്റെ തന്നെ ആത്മസംഘർഷങ്ങളും. സോ ആസ് യു ഗെറ്റ് ഓൾഡർ, ആസ് യു ഗെറ്റ് മെച്യൂർ അബൌട്ട് ദ വേൾഡ്, ലോകത്തെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കും തോറും നമ്മൾ ഈ കഥകൾക്കൊന്നും അങ്ങനെ ഒരു എളുപ്പത്തിലുള്ള എൻഡില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ ഒരൊറ്റ വില്ലൻ ഇല്ല ജീവിതത്തിൽ. കൊന്നു കഴിഞ്ഞാൽ ജീവിതം എല്ലാം അങ്ങോട്ട് ഉഷാറാവുന്നത്. അത് ഈ മെയിൻ സ്ട്രീം സിനിമകളിലും പൈങ്കിളി കഥകളിലും മാത്രമേ ഉള്ളൂ ഒരു വില്ലൻ്റെ നിഗ്രഹത്തോടുകൂടി എല്ലാം ശരിയാവുന്നത്. അപ്പോൾ ജീവിതത്തോടുള്ളൊരു അഫിനിറ്റിയാണ്, ഒരു കമ്മിറ്റ്മെൻറ്റാണ്, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ് എന്നെ അതിലേക്ക് നയിക്കുന്നത്. എനിക്ക് അങ്ങനെ അല്ലാതെ ചിന്തിക്കാൻ വയ്യ. അങ്ങനെ അല്ലാതെ ഒരു കുട്ടിക്കഥ പോലെ പാറ്റൻറ്റിങ്ങുള്ളൊരു കഥ എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. നമ്മളിപ്പോൾ ഒരുപാട് വോയിഡുകളെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി. ലെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സിൽ നിന്ന് മാറി നമുക്കൊരു വോയിഡ് ഉണ്ടെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ വോയിഡിനെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി. സാർ വളരെ നേരത്തെ തന്നെ സിനിമകളിലൂടെ അത് ചർച്ച ചെയ്തു വന്ന ഒരാളാണ്. അങ്ങനെ ഒരു വോയിഡിനെ കുറിച്ചൊരു തോട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത ഇപ്പോൾ റിയൽ ലൈഫിലേക്കാണെങ്കിലും റിലേഷൻഷിപ്സിലേക്കാണെങ്കിലും ആ ഒരു വോയിഡ് ഫീലിംഗ് അതുണ്ടോ? അല്ല, ആസ് യു ഗ്രോ ഓൾഡർ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജീവിതത്തിൻ്റെ മീനിങ്ങിനെ കുറിച്ചും മീനിങ് ഇല്ലായ്മയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുകയും നമ്മളുടെ ജീവിതം അതനുസരിച്ച് മാറുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പാരൻ്റായിട്ട് നമ്മൾ കാണുന്ന സന്തോഷങ്ങളും ബന്ധങ്ങളും ഒന്നും അല്ലെന്നും ഇതിനൊന്നും ഒരു മീനിങ് ഇല്ല എന്നുള്ളതൊക്കെ തോന്നൽ നമ്മളുണ്ടാവും. അതൊരു എന്താ പറയുക, ഒരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു അവേക്കനിങ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെയാണ് നമ്മളെ നല്ല വായനയും നല്ല സിനിമ കാണലും നല്ല സംഗീതമൊക്കെ നമ്മളെ നയിക്കുന്നതാണ്. ആ ഒരു ഇന്നർ അവേക്കനിങ് അത് എൻ്റെ സിനിമകളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും തീർച്ചയായും. ഞാൻ സ്വീകരിക്കുന്ന കഥകളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യാനുള്ള വിഫല ശ്രമങ്ങൾ നടത്തുന്ന മനുഷ്യരുടെ കഥകളുണ്ടാവാം. അതുപോലെ സർ, ഒരാളെ ഏറ്റവും കൂടുതൽ മാറ്റുന്നത് ഒന്നെങ്കിൽ നഷ്ടങ്ങൾ, ഫിനാൻഷ്യലോ പേഴ്സണൽ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോസ്, ഒരു മരണമൊക്കെ. അപ്പം എൻ്റെ അച്ഛൻ മരിച്ച ഒരു സമയം കഴിഞ്ഞ ശേഷം ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മാറിപ്പോയി. അതായത് ഞാൻ ഇന്നലെ വരെ കണ്ട ലോകമായിരുന്നില്ല അന്ന് കണ്ടത്. അതെന്താ എൻ്റെ വയറിങ്ങിൽ മാറ്റം വന്നതെന്ന് എനിക്കറിയത്തില്ല. ജീവിതം വളരെ ക്ഷണികമാണ്. ഇനി എന്തോ ഒരു ചിന്ത എനിക്ക് വന്നു, ഞാൻ വളരെ ഒരു ചേഞ്ച്ഡ് പേഴ്സണായി മാറി. സർ അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം, അങ്ങനെ ഒരു ചിന്ത, കാഴ്ചപ്പാടിൻ്റെ മാറ്റം അങ്ങനെ വന്നിട്ടുണ്ടോ? അതെ, ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അത് ഒരു 2-3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വളരെ ദുരന്തപൂർണമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കും. ഈ പാർട്ടി എന്ന് വേണമെങ്കിൽ അവസാനിക്കാം. എനിബഡി ക്യാൻ ജസ്റ്റ് വാക്ക് ഔട്ട് ഓഫ് ദ പാർട്ടി ആൻഡ് യു മേ ബി കൈൻഡ് ഓഫ് ത്രോൺ ഔട്ട് ഓഫ് ദ പാർട്ടി അറ്റ് എനി പോയിൻറ്റ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് ഇല്ലാതാവുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്കാണത്.
ഈവൻ ദോ ഗ്രാജ്വലി മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിലും. സോ ദാറ്റ് വാസ് ട്രോമാറ്റിക്. യെസ്. സാറിൻ്റെ വർഷങ്ങളായി നമ്മളിപ്പോൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ഈ കാഴ്ചയിലെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം സാറിൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടെൻറ്റ്മെൻറ്റ്. അതായത് ആദ്യം കാണുമ്പോഴും ഞാൻ സാറിനെ കുറിച്ച് ചിന്തിക്കുന്ന അതേ പുഞ്ചിരിയും അതേ രീതികളും തന്നെയാണ്. പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറം കാണുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു കാര്യം സാറിനെ ഈ ഒരു ലൈഫിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ലോങ് ജേർണിയിൽ അതെങ്ങനെയാണ്? എനിവേ ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു ചോയ്സോ പൊസിഷനൊന്നും അല്ലത്. ഇറ്റ് ജസ്റ്റ് കെയിം അബൌട്ട്. പ്രോബ്ലി ദാറ്റ് ഈസ് വൺ തിങ് ഐ ലേൺ ഫ്രം മൈ ഫാദർ, ഫ്രം മൈ മദർ ആൻഡ് സോ ഓൺ. തൃപ്തരായിട്ട് ജീവിക്കുക, ഉള്ളതിൽ തൃപ്തരായി ജീവിക്കുക എന്നുള്ളതുകൊണ്ട്. സോ അതുകൊണ്ട് വലിയ ഡ്രീംസോ അങ്ങനെ ഭയങ്കര ഒരു ആംബിഷ്യസ് ആയിട്ടൊരാളെന്നൊന്നുമില്ല ഞാൻ. you can say that I look contented to an extent. That is right. ഒരു ക്രിയേറ്റീവ് ഡിസ്കണ്ടൻറ്റ് ഉണ്ടാവാറുണ്ട്. യുനോ, ഞാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യാനുള്ളൊരു കഴിവ് എനിക്കതിലുണ്ടായില്ലല്ലോ എന്നുള്ള ഡിസ്കണ്ടൻറ്റ് ഉണ്ടാവാറുണ്ട്. അതർവൈസ് ഏതെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഡീപ്പ് ഡിസയറും അതിനു വേണ്ടിയുള്ളൊരു ഫ്രാൻറ്റിക് ആയിട്ടുള്ള ശ്രമങ്ങളോ അതിൽ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വലിയ വേദനകളോ അതൊന്നുമില്ല. ഇനി നമ്മൾ ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ സിനിമകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ സിനിമകളെ കാണുന്നത് സാർ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിലേക്ക് വളരെ പ്രതീക്ഷയോടെ എത്തുന്നത് പലപ്പോഴും അതങ്ങനെയല്ല എന്നുള്ളത് ആ ഒരു 1-2 ദിവസത്തെ റെസ്പോൺസിൽ നമ്മൾ മനസ്സിലാവുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എടുത്ത് നോക്കുമ്പോൾ. അപ്പം ആ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ദിശ, അതിൻ്റെ ഒരു പോക്ക്, അതിൻ്റെ ഒരു ഇവോൾവ് ചെയ്യുന്ന രീതി സാർ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? കഴിഞ്ഞൊരു 10 വർഷത്തോളം 10-15 വർഷത്തോളം ഉണ്ടായിട്ടുള്ള മലയാള സിനിമയുടെ ഉണ്ടായിട്ടുള്ള പരിണാമങ്ങളെ ഞാൻ വളരെ സന്തോഷത്തോടെ കാണുന്ന ഒരാളാണ്. തീർച്ചയായും സാങ്കേതികമായിട്ടൊക്കെ കലാപരമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഞാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആശാവഹമായിട്ടുള്ള മാറ്റം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രമേയങ്ങളിലുണ്ടാവുന്ന ഒരു മാറ്റങ്ങളാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കഥാപാത്രങ്ങൾ നിലനിൽക്കുന്നില്ല. പാറ്റ് എൻഡിങ്സ് പലതിനും ഇല്ല, ഓപ്പൺ ആയിട്ടുള്ള എൻഡിങ്സ് ഉണ്ടാവുന്നു. ഈ ഒരു കേന്ദ്ര വില്ലൻ എന്ന് പറയുന്നൊരു അത് പലപ്പോഴും ഒരാളിൽ നിന്നും പലരിലേക്ക് വിഭജിച്ച് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പ്രകൃതിയും മറ്റ് സാഹചര്യങ്ങളിലേക്കൊക്കെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു ഭയങ്കര തീമാറ്റിക് മെച്യൂരിറ്റിയുടെ ഒരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നു. അത് മലയാള സിനിമയെ ധാരാളം മാറ്റിയിട്ടുണ്ട്. നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റ്, സിനിമാറ്റിക് ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയെ മാറ്റാൻ ഈ പ്രമേയങ്ങളുടെ വ്യത്യസ്തത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തെലുങ്കിലോ തമിഴിലോ ഒന്നും അത്രത്തോളം വന്ന് കണ്ടിട്ടില്ല. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി ഓപ്റ്റിമിസ്റ്റിക് about the future of Malayalam cinema. The new generation filmmakers are really awesome and doing a great job. മാർക്കറ്റിൻ്റെ അതിശക്തമായിട്ടുള്ള റാങ്ക്ലിങ്ങിനിടയിൽ പോലും അവരവരുടെ ഒറിജിനാലിറ്റിയും അവരുടെ വോയിസും നിലനിർത്തുന്നു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടെ, ഇപ്പം ഈ സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഒരു സിനിമയിൽ കണ്ട ഒരാളെ പിന്നീട് വർഷങ്ങളോളം മറ്റൊരു സിനിമയിൽ കണ്ടു എന്ന് വരില്ല. നമ്മൾ പണ്ട് കാലം തൊട്ടുള്ള ഒരു രീതി എടുത്തപ്പം ഒരു മമ്മൂക്കയോ ഒരു ലാലേട്ടനോ ഒക്കെ ഇനി ഒരു താരം ഇനിയുള്ള കാലങ്ങളിൽ വരും എന്നുള്ളൊരു ചർച്ച പോലും ഇപ്പോൾ ഇല്ലാതായിരിക്കണം. അതായത് ഒരു സിനിമയിൽ അയാൾ പെർഫെക്റ്റ് ആയിരുന്നു, ആപ്റ്റ് ആയിരുന്നു, പക്ഷെ അതേ റോള് പോലത്തെ ഇയാളെ പറ്റുന്നൊരു റോള് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, മുഖങ്ങൾ ഓർത്തു വെക്കാൻ പറ്റുന്നില്ല. സിനിമയിൽ നിന്ന് ആളുകൾ വന്നു പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയൊരു താരം, അങ്ങനെ ഒരു താരത്തിൻ്റെ ഒരു കാലം ഇനി ഉണ്ടാവില്ല എന്ന് സാറിന് തോന്നുന്നുണ്ടോ? താരം എന്ന് പറയില്ല, മെഗാ താരങ്ങൾ, ഇപ്പോൾ രജനീകാന്ത്, കമലഹാസൻ അല്ലെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ആ ഒരു ഡയമെൻഷനിലുള്ള താരങ്ങൾ ഒരു പക്ഷേ ഇനി വളർന്നു വരില്ലായിരിക്കാം. കാരണം ഒരു എന്താ പറയുക, എക്സ്പയറി പീരീഡ് ഓരോരുത്തർക്കും വളരെ ക്യുക്കാണെന്ന്. അത് ഫിലിം മേക്കേഴ്സിനുണ്ട്, ടെക്നീഷ്യൻസിനുണ്ട്, മ്യൂസീഷ്യൻസിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ വരുന്ന ആ ബ്രീഫ്, ആ ഒരു സ്പെല്ലിൽ ദേ റിയലി ഷൈൻ ആൻഡ് ഗോ. ദാറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്, ഐ സപ്പോസ്. ഇനി അടുത്ത ഒരു ശ്യാമപ്രസാദ് സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ എത്ര കാലം കാത്തിരിക്കണം? കണ്ടിന്യൂസ്ലി വർക്കിംഗ് ഓൺ. പല രീതിയിലുള്ള എഴുത്തുകൾ തുടരുന്നുണ്ട്. 2-3 വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോയി. ബട്ട് സ്റ്റിൽ ഐ വാസ് വാച്ചിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സോ ഓൺ. എനിക്ക് പൂർണ്ണ തൃപ്തി തരികയും അത്
പ്രേക്ഷക സമൂഹത്തിനിടയിൽ മീനിങ് ഫുൾ ആവുകയും ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്. ബട്ട് ഐ ആം വെരി ക്ലോസ് ടു ഇറ്റ്. പ്രോബ്ലി അടുത്ത വർഷം സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയ താമസമില്ലാതെ, കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സാറിൻ്റെ സിനിമകൾ. സാറിന് അത് അറിയുകയും ചെയ്യാം. ഞാനിതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീണ്ടും സിനിമകളുമായി സാറ് ഇത്രയും ബ്രേക്ക് എടുക്കാതെ തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു വെരി മച്ച് സാർ. ഇത് 40 years ഓഫ് സൈനയാണ് ഞങ്ങളുടെ വക വണ്ടർഫുൾ ഒരു സമ്മാനം. സാർ, പാർഫ്യൂമിക്സിൻ്റെ ഒരു ഗിഫ്റ്റ്. പാർഫ്യൂം പെർഫ്യൂം സർ, പെർഫ്യൂം. ഓക്കെ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ഫോർ യുവർ ടൈം. നൈസ് മീറ്റിംഗ് യു അഗൈൻ. ഇനിയും നെക്സ്റ്റ് ഇയർ സാറിന്റെ മൂവി വരുന്ന സമയത്ത് കാണാൻ തീർച്ചയായും ഇതുണ്ടാവട്ടെ. ലെറ്റ് മീ നോ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.